ഹലോ ഗെയ്സ്, അസ്സാം വലൈക്കും. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളെ വീഡിയോ ആദ്യമായി കാണുന്നത് എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമന്റും ബെല്ലൈക്കും അടിച്ചു പൊട്ടിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മളൊരു മാവിൻ്റെ കൊമ്പ് കൊത്തിയിട്ട് അത് ഒരു 10-40 ദിവസം മുന്നേ നല്ലൊരു അടിപൊളി തൈയാക്കണ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മാവിൻ്റെ ഏതിൽ നിന്ന് എടുക്കണം, ഇപ്പോൾ നല്ലൊരു പേരക്കമാവുണ്ട്. ഇത് അതിൻ്റെ പാക്കിൽ കാണണ്ട, ഈ മൂച്ച് തൈമ എടുക്കണം കേട്ടോ. അത് നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോയാലോ. അപ്പോൾ ഇതാണ് കൊമ്പ്. ഈ കൊമ്പ് നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഒന്ന് റെഡിയാക്കാണ്ട്. അപ്പം നമുക്ക് ഈ തണ്ട് തൊട്ടാണ്. ഇത് നമുക്ക് ഒരു ഒറ്റ എലി വേണ്ട കേട്ടോ, ഒറ്റ എലി വേണ്ട, ഇത് മാത്രം മതി. ഇത്ര മതി. പക്ഷെ ഇത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, ഈ കത്തിയില്ലേ, ഇത് നല്ലോണം കഴുകണം നമുക്ക്. ഇനി നമുക്ക് വേണ്ട ചെറിയൊരു പഴത്തിൻ്റെ കഷ്ണമാണ്. ഇത് കഷ്ണം മുറിക്കണം നമുക്കിപ്പോൾ. നമുക്ക് ഇത്ര പോയൊരു കഷ്ണം മതി കേട്ടോ. ഇനി നമ്മൾ ഈ കൊമ്പില്ലേ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ കത്തി നല്ല ക്ലിയർ ഉണ്ടാ. നമുക്ക് ഈ കൊമ്പ് ചെറുതാക്കി കട്ട് ചെയ്യണം, ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ പഴം ഇതിങ്ങനെ ഓട്ടണം. അതായത് ഈ പഴത്തിനുള്ളിലേക്ക് നമ്മൾ മെല്ലെ നോട്ട് വന്നത് ഇത്ര ഉള്ള പരിപാടി. ഇനി നമ്മൾ വേണ്ട വെച്ചാൽ ഇതുപോലത്തെ ഒരളക്ക് എടുക്കുക, ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക. ഇനി നമ്മളിത് ഇത് മിക്സ് ചെയ്ത വെള്ളം കേട്ടോ, ഇതിലേക്ക് നടക്കുക. ഇതുപോലെ ശേഷം നടക്കുക. നമ്മളെന്ത് ചെയ്യുക, ഈ പഴല്ലേ ഇതൊരിക്കലും ഇളകാൻ പാടിയിട്ടാ. ഇളകാതെ നമ്മൾ മെല്ലെ ഓക്കല്ലേ അടുത്ത് നമ്മൾ ഈ മണ്ണിങ്ങനെ മിക്സ് ചെയ്യാം. ഇത് ഇതുപോലെ നമുക്ക് ഇട്ടുക, എല്ലാം ടൈറ്റായി കൊടുക്കണേ ഇതുപോലെ. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, നമുക്കൊരു കവറായിട്ട് നല്ലോണം പൊടി കാച്ചി കിടക്കാൻ പാടില്ല. അപ്പോൾ നമ്മളൊരു കവർ എടുക്കാം, ഇതുപോലത്തെ ഒരു കവർ എടുക്കാം. കണ്ടില്ലേ, ഇത് ചെറിയ വെള്ളം കൊടുക്കണം നമുക്ക് കേട്ടോ. വെള്ളം ഈ ഏകദേശം കൊടുക്കണം, നല്ല കട്ടാണ്. ഇതൊക്കെ ഉണ്ട് കൈയാണ്. ഓക്കെ, ഇതുപോലെ കുറച്ച് വെള്ളം കൊണ്ടെടുക്കാം, ലേശം മതിട്ടാ. ഇനി നമ്മൾ എന്താ വെച്ചാൽ നിങ്ങൾ മാറ്റി നോക്കാം. ഇതുപോലത്തെ ഒരു കവർ എടുക്കുക, അതായത് ഗ്ലാസ് കവർ. ഗ്ലാസ് കവർ എന്ത് ചെയ്യുക, ഇത് നല്ലോണം മൂടിക്കണം. ഇതുപോലെ മൂടിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ ഒരു ശീലയിട്ട് നന്നാക്കി കട്ടണം. അങ്ങനെ കട്ടണം. ഇത് കട്ടണം എന്ന് വെച്ചാൽ, ഇതൊരിക്കലും കാറ്റ് കടക്കാൻ പാടില്ല. കാറ്റ് കടന്നാൽ വെള്ളി പൂറ്റും. നമ്മളെല്ലാം ടൈറ്റ് ഇങ്ങനെ ഇതുപോലെ ടൈറ്റ് നിൽക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മൾ തണൽപ്പത്ത് വെച്ചെടുക്കുക. ഒരു 40-45 ദിവസം വന്നു ഇത് അടിപൊളി തയ്യായി വരും. നമ്മൾ ഇത് കൊണ്ടൊക്കെ അല്ലേ. വാ ഇങ്ങോട്ട് വാ. ഇതിന് ഇവിടെ വെച്ചേക്കണേ. ഈ 40 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം കാണാം. അപ്പം നമുക്ക് 40 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടിക്കും. അപ്പം നമുക്ക് കാഴ്ചട്ടാ. അപ്പോൾ നമ്മളെ തൈ വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് 40-42 ദിവസമായിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ തൈ കാണിക്കാൻ പോകണം കേട്ടോ. അപ്പം നമുക്ക് തൈ അപ്പോൾ ഇതാണ് നമ്മളെ തൈ. ഒരു 40-42 ദിവസമായിട്ടുണ്ട്. ഇപ്പം ഏകദേശം നല്ലോണം തേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. പക്ഷെ അത് അധികം വെയിൽ ഒഴിച്ചാൻ പാടില്ല. പിന്നെ ഇതുപോലെ നമ്മൾ കുറച്ച് നമ്മൾ തണുത്ത് നോക്കണം. അപ്പോൾ ഇതാ മതിയാ. അപ്പോൾ ഇതാണ് നമ്മൾ തൈ. നല്ല ഹെൽത്തി വളരുന്നുണ്ട്. കവർമലൊക്കെ നല്ല വെള്ളം കണ്ടില്ലേ, ഈർപ്പം വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ തൈ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ തൈ, നല്ല ക്രോത്തി വളർന്നിട്ടുണ്ട് അല്ല. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, കുറച്ച് ദിവസം കൂടി നമ്മൾ തണുത്ത് വെക്കണം. എന്നാലും നല്ലോണം വേരൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വീണ്ടും തണുത്ത് വെക്കാം.
ഇനി നമുക്ക് കവറിൻ്റെ ആവശ്യമില്ല. ഈ കവറില്ലാതെ എന്ത് ചെയ്യുക, ഒരു മാസത്തെ മേലെ വെക്കേണ്ടി വരുന്നത് ഇതുപോലെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടാ. കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും ഇതുപോലെ നല്ല വീഡിയോ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടാ. ബൈ.